ക്ലച്ച് ഔട്ടിട്ടാ ബ്രേക്ക് ഔട്ടുന്ന ബ്രേക്ക് ഔട്ടിട്ടാ ക്ലച്ച് ഔട്ടുന്ന പറ. സാർ നമ്മൾ രണ്ടോട് ഒരുമിച്ച് ഔട്ടും. രണ്ടോട് ചവിട്ടി നീ തെക്കേ തയ്യത്ത് കിടക്കും. നീ പറ. ഞാൻ രണ്ടും ചവിട്ടത്തില്ല. പറ. പെടല് പെടും. നീ ഇങ്ങനെ പോയാൽ നീ പെടും. ഞാൻ ക്ലച്ച് ഔട്ടിട്ട് ബ്രേക്ക് ഔട്ടും. ബ്രേക്ക് ചവിട്ടിട്ടേ ക്ലച്ച് ഔട്ടാവൂ. ഈ നിമിഷം നിങ്ങൾ വണ്ടിക്കകത്ത് കയറി ഇരുന്നു എന്ന് വിചാരിക്കുക. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്റെ വല്യമ്മച്ചയുടെ വീട്ടിൽ പോകും. അവർക്ക് ഭയങ്കര കണ്ണുകടിയായിരുന്നു. ഞാൻ ഒരിക്കലും പഠിക്കത്തില്ല, വണ്ടി എടുക്കത്തില്ലെന്ന്. പോകുന്ന വഴിക്ക് ഫ്രൂട്ട്സ് കടയിലൂടെ നിർത്തണം. എനിക്ക് വല്യച്ഛന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കണം. മുഖത്തെറിഞ്ഞു കൊടുക്കണം എനിക്ക്. നിങ്ങളെവിടെ പോന്ന് ഗേറ്റ് പൂട്ടിട്ട്? ഇന്ന് വളപ്പിൽ പണിയെടുക്കേണ്ട ദിവസമല്ലേ? അയ്യോ മറന്നു പോയിന്നാ? ഞങ്ങളിവിടെ ഉണ്ടാവില്ല. എന്ത്? ഞങ്ങള് കാനഡയ്ക്ക് പോവാ. കാനഡക്ക് പോന്നെയാ? ഓ ഇപ്പൊ പോന്നാ? ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ ഉണ്ണി. എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ നാടേ ഒരു സുഖമല്ല. കാനഡ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. അത് ഇവിടെ മര്യാദക്ക് പണിയെടുത്താ മതി. ശീതളേട്ടനോ? ശീതളേട്ടൻ അവിടെ സ്റ്റേഷനറി കട ഇടാൻ പോവല്ലേ? എന്റെ ശ്യാമളേച്ചി, ഈടെ പണിയെടുക്കാത്ത ശീതളേട്ടൻ ആടെ പോയിട്ട് എന്ത് പണിയാ എടുക്കണ്ട്? ആടെ നമുക്ക് എന്ത് പണി കിട്ടോ? കൈക്കോട്ട് പണിയേറ്റ് അവിടെ എല്ലാം മെഷീൻ അല്ലേ ചെയ്യുന്നത്. അവിടെ കൈക്കോട്ടുണ്ടോ? നിങ്ങളേ യൂട്യൂബിലെ കമന്റ് നോക്കലുണ്ടോ? ഞാൻ ചതാ പണി നോക്കല്ലോ. എന്നാ നോക്കരുത്. അടുത്ത ഷെഡ്യൂൾ മുതൽ നിങ്ങൾ സ്കിറ്റ് കളിച്ചാൻ വരൂല. അത് ശരിക്കും നോക്കായിട്ടാ. നമ്മൾ ഈ കഴിഞ്ഞ ആ സഡൻ പണത്തിന്റെ കമന്റ് ഇല്ലേ, ആ കമന്റില് അവസാനത്തിന്റെ തൊട്ട് മേലായിട്ട് ഒരു ശരൺ എം, അമ്മ പൊളിയാണ്, ഇനിയും വരണം, 2 കുത്ത്, 5 ലവിന്റെ ചിഹ്നം ചുവപ്പ്. അതിനാൽ നിങ്ങൾ വായിച്ച മാറിപ്പോയതാ. അമ്മയാണ് സ്കിറ്റ് പൊളിക്കുന്നത്, ഇനി വരരുത് എന്നാ പറഞ്ഞു. പിന്നെ 5 ലവ് കണ്ടില്ലേ? ലവല്ല, ബ്ലഡിന്റെ സ്പെയിലാ. ചോര തെറിക്കുന്ന ഈ വേദിയിലേക്ക് വന്നാല് അടങ്ങി ഒതുങ്ങി നിന്നോളി. ആവൂല വെറുതെ കിടന്നുകയറ്റി കളിക്കാനായിട്ട്. അപ്പൊ എന്താ ഈ പറയുന്നത് കിടന്നുകയറ്റി? ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ അമ്മ. അച്ഛൻ പാവണ്ട, വീട്ടിൽ ഒറ്റക്ക് നിൽക്കല്ലേ. അച്ഛന്റെ അടുത്തൊക്കെ സഹായത്തിലൊക്കെ നിന്നൂടെ? ഇനി ഒന്ന് പറക്കാൻ അനുവദിക്കുന്നു, സ്വതന്ത്രമാക്കി വിട്ടു തരി. ഒരു അമ്മയും മോനും ലോകത്ത് വേറെ ആർക്കും അമ്മയില്ല. ക്ലീറ്റോ ചേട്ടനെ കുറച്ച് ദിവസത്തിന് മുമ്പ് അമ്മാവനോട് ഒരു 10,000 രൂപ ചോദിച്ചു. അപ്പൊ അമ്മാവൻ പറഞ്ഞു എന്റെ കയ്യിൽ 10 പൈസയില്ലെന്ന് പറഞ്ഞു. അന്ന് തന്നെ ഏതോ ഒരു സ്ഥലത്തിന് കൊണ്ടുപോയി അമ്മാവൻ രഹസ്യമായിട്ട് 2 ലക്ഷം രൂപ ടോക്കൺ കൊടുത്ത് സ്ഥലം വാങ്ങിക്കാനായിട്ട്. അത് പോയി കിട്ടി. അത് പോയാ? എന്താ പറ്റും? എന്റെ കനകനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആ പണി പാളി കഴിഞ്ഞപ്പോ അത് പറയാൻ വേണ്ടിട്ടല്ലേ ഇന്നിവിടെ വന്നത്. തീറ്റമച്ചമ്പി വിചാരിച്ച ഏത് കാര്യത്തിനും പരിഹാരമുണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ കനകമച്ചമ്മയുടെ ഒരു കൂട്ടുകാരന്റെ വിഷയം നിസാറോ ഒറ്റ കോളിലാണ് തീർത്തു കൊടുത്തേ. ആ വിട്ടേ കൊടകാള കുടുംബത്തിലെ അത് അങ്ങോട്ട് തള്ളിക്കയറ്റി വെച്ചു. എന്താ പറഞ്ഞ സത്യോ? അമ്മാവാ, എനിക്ക് തോന്നണില്ല ക്ലീറ്റുവിനകത്ത് ഇടപെടുമെന്ന്. ഇടപെടരുത്, അതാണ് എന്റെ ആഗ്രഹം. നിങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞെങ്ങനാ? എനിക്കൊരു ആവശ്യം വന്നാ പിന്നെ ഞാനിത് ആരോടെ പറയാ? ചെയ്തു പോയ തെറ്റിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സിൽ. ഒന്ന് പൊട്ടിക്കറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അടിപൊളി. ഇത്രയും പെട്ടെന്ന് ഇടക്കിടക്ക് തെറ്റുണ്ടല്ലോ. എന്ത് പറ്റി? ഒരു തെറ്റില്ല, ചുമ്മാ 200 ലൈക്ക് ഉണ്ടോ? കിടിലോടി കിടിലാണ്. ഇത്ര പെട്ടെന്ന് എങ്ങനെ? തങ്കം മനസ്സ് വിചാരിച്ചാലുണ്ടല്ലോ. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ. ചിലര് പൊങ്ങി പോണെങ്കി പൊക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോ അഹങ്കാരം. ഇപ്പൊ എന്തായി? എന്റെ പൊന്നേട്ടാ, ഈ ലൈക്ക് കൂടുന്ന ആ വീഡിയോയുടെ ഭംഗിയുണ്ടൊന്നുമല്ല, മണ്ടത്തരം കണ്ട് പാവം തോന്നിട്ട് ലൈക്ക് കയറിയതാ. അയ്യാ, മണ്ടത്തരം കണ്ട് നീയല്ലേ പറഞ്ഞ നിന്നിപ്പോ സിനിമയിലോട്ട് അങ്ങോട്ട് എടുത്തോണ്ട് പോകുന്നു. എന്റെ മോളെ, ഈ കളറും ഇതൊക്കെ കണ്ടിട്ട്, നിന്റെ തൊലി വെളുപ്പൊക്കെ കണ്ടിട്ട് സിനിമയിൽ എടുക്കണൊക്കെ പണ്ട്. ഈ ടിക്ടോക്കിൽ കഴിവ് കൊണ്ട് ഒന്നും അല്ല ലൈക്ക് കയറുന്നത്, മണ്ടത്തരത്തിനല്ല ലൈക്ക് കയറുന്നത്. അപ്പൊ നിന്റെ മണ്ടത്തരത്തിനാണോ നിനക്ക് 15 ലൈക്ക് കിട്ടിയത്? 15ഓ? അതിൽ കൂടുതലൊക്കെ ഉണ്ട്. അതെന്താ? എന്താ കാര്യം? അവളുടെ വീഡിയോയുടെ കൂടെ നിൽക്കുന്നത് ആരാ? തങ്കത്തിന്റെ മോള്. പകുതി ലൈക്ക് അവക്കുള്ള. എന്റെ ഓമനെ ഒന്ന് പെട്ടെന്ന് റെഡിയാവ്. എന്റെ അച്ഛൻ ഇന്ന് ഗൾഫ് പോണ്ട ദിവസാന്ന്. ഓ, ഒരച്ഛൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്നാ കൊണ്ട് തന്നിനി? എന്നാ കൊണ്ട് തരാതിരുന്നിനി? നീ നല്ല സുഖമായിട്ട് കാറ്റും കൊണ്ട് കിടന്നുറങ്ങുന്നില്ല, അത് അച്ഛൻ തന്നതല്ലേ. എന്തെന്ന്? അടിച്ചു തീർന്നൊരു സ്പ്രേയാ? അടിച്ചു തീർന്ന സ്പ്രേ ആയാലും എന്നില്ല ഓമനെ. അത് ഞെക്കുമ്പോ കാറ്റല്ലേ വരുന്നേ. പിന്നെ കരണ്ട് ബില്ലും കൊടുക്കണ്ട. എന്റെ ഓമനെ ഒന്ന് പെട്ടെന്ന് എന്ത് വർത്താനൊക്കെ പറയണം? മര്യാദ കടക്കളം മുറ്റത്ത് മീൻ വെട്ടിക്കൊണ്ടിരുന്ന ഞാനാണ് ആ തെക്കേലെ സോമചേട്ടൻ എന്നോട് വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ ഇവിടെ ചാവാൻ കിടക്കണെന്ന്. അതൊക്കെ ഇട്ടെറിഞ്ഞ് ഓടി പോകുന്നതാണ് ഇപ്പൊ തന്നെ. എന്നിട്ടാ ചാള എന്ത് ചെയ്ത്? അത് പിന്നെ ചേട്ടന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാ 16 ദിവസം കഴിഞ്ഞിട്ടല്ലേ മീൻകുട്ടി ചോറിനാൻ പറ്റുള്ളൂ. ഞാനത് കാരണം മീനൊക്കെ എടുത്ത് ഡപ്പക്കകത്താക്കി ഫ്രീസറിൽ വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഉത്തമയായ ഭാര്യ.